പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 7ാം ക്ലാസ്സിൻ്റെ ആനുവൽ ഇവാലുവേഷൻ വാർഷിക പരീക്ഷയുടെ ഇംഗ്ലീഷിൻ്റെ ആൻസർ കീ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കും പോവാം. ഫസ്റ്റ്, റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ഋതിക ആൻഡ് ഹെർ മദർ. ഋതികയുടെയും അവളുടെ മദറിൻ്റെയും തമ്മിലുള്ള കോൺവെർസേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ. ഋതിക, മോം, വൈ ഡു യു ഓൾവേസ് ടെൽ മീ ടു റീഡ് മോർ ബുക്സ്? അമ്മേനോട് ചോദിക്കുകയാണ്, അമ്മ എപ്പോഴും എന്തിനാണ് എന്നോട് കൂടുതൽ ബുക്കുകൾ വായിക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും അമ്മയുടെ മറുപടി? സ്വീറ്റ് ഹാർട്ട്, റീഡിങ് ലൈക്സ് എക്സസൈസിങ് യുവർ ബ്രെയിൻ, ഇറ്റ് ഇംപ്രൂവ്സ് യുവർ ഇമാജിനേഷൻ, ഹെൽപ്സ് യു ലേൺ ന്യൂ തിങ്സ് ആൻഡ് മേക്സ് യു സ്മാർട്ടർ. എന്താ പറയുന്ന അമ്മ? റീഡിങ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു എക്സസൈസ് ആണ് അല്ലേ? അപ്പോൾ ഇറ്റ് ഇംപ്രൂവ് യുവർ ഇമാജിനേഷൻ, നിൻ്റെ ഇമാജിനേഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കും, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, നിന്നെ സ്മാർട്ടാക്കും എന്നൊക്കെ പറയണം. അപ്പോൾ ഋതിക പറയണം, ബട്ട് സം ടൈം ഐ ഡോണ്ട് നോ വാട്ട് ടു റീഡ്. ചില സമയത്ത് എനിക്ക് അറിയില്ല എന്താ ഞാൻ വായിക്കുന്നതെന്ന്. അപ്പോൾ മദർ പറയണം, ദാറ്റ്സ് ഓക്കെ, സ്റ്റാർട്ട് വിത്ത് ടോപ്പിക്സ് യു എൻജോയ്. ഡു യു ലൈക്ക് അഡ്വഞ്ചർ, ഫെയറി ടെയിൽസ് ഓർ സ്റ്റോറീസ് അബൌട്ട് ആനിമൽസ്? നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വായിക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് അല്ലേ? പിന്നെ ഋതിക, ഐ ലൈക്ക് അഡ്വഞ്ചർ സ്റ്റോറി, എനിക്ക് അഡ്വഞ്ചർ സ്റ്റോറീസ് ആണ് ഇഷ്ടം എന്ന് അവൾ പറയുകയാണ്. അപ്പോൾ മദർ പറയാണ്, പെർഫെക്റ്റ്, വി ക്യാൻ പിക്ക് സം എക്സൈറ്റിംഗ് അഡ്വഞ്ചർ ബുക്സ്. യു വിൽ സീ ഹൗ ഫൺ റീഡിങ് ക്യാൻ ബി വെൻ യു ചൂസ് സംതിങ് യു ലവ് അല്ലേ? അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ബുക്ക് സെലക്ട് ചെയ്യുക അഡ്വഞ്ചറിൻ്റെ. അങ്ങനെയൊക്കെ പറഞ്ഞ് ആ കോൺവെർസേഷൻ മുഴുവനായി നിങ്ങൾ റീഡ് ചെയ്യുക. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് ബുക്ക് ഋതിക ലൈക്ക്? ഋതികയ്ക്ക് ഏത് ടൈപ്പ് ഓഫ് ബുക്കാണ് ഇഷ്ടം? ഫെയറി ടെയിൽസ് ആണോ, അഡ്വഞ്ചർ സ്റ്റോറീസ് ആണോ, സ്റ്റോറി അബൌട്ട് ആനിമൽസ് ആണോ, സയൻസ് ഫിക്ഷൻ ആണോ? ഏതാണ്? അഡ്വഞ്ചർ സ്റ്റോറീസ്. ബി ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ, വൈ ഡസ് ദ മദർ എൻകറേജ് ഋതിക ടു റീഡ് ബുക്സ്? മദർ എന്തിനു വേണ്ടിയിട്ടാണ് അവളെ ബുക്ക് വായിക്കാൻ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നത്? ടു ഹെൽപ്പ് ഹെർ സ്ലീപ്പ് ഏർലി, ടു മേക്ക് ഹെർ സ്മാർട്ടർ ആൻഡ് ഇമാജിനേറ്റീവ്, ടു റെഡ്യൂസ് ഹെർ സ്ക്രീൻ ടൈം, ടു കീപ് ഹെർ ബിസി. ഏതാണ്? ടു മേക്ക് ഹെർ എന്താണ്? സ്മാർട്ടർ ആൻഡ് ഇമാജിനേറ്റീവ്. അവളെ നല്ല സ്മാർട്ടും ഇമാജിനേറ്റീവും ആക്കാനാൻ വേണ്ടിയിട്ടാണ് അല്ലേ? മൂന്നാമത്തെ, വാട്ട് സജഷൻ ഡസ് ദ മദർ ഗീവ് ഋതിക ടു കോൺസെൻട്രേറ്റ് ഓൺ റീഡിങ്? ആ വായിക്കാൻ വേണ്ടി അമ്മ എന്ത് സൊല്യൂഷനാണ്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സൊല്യൂഷനാണ് പറഞ്ഞു കൊടുത്തത്? എന്താ പറഞ്ഞിരിക്കുന്നത്? അവളോട് പറഞ്ഞിരിക്കുന്നത്, റീഡ് ഇൻ ക്വയറ്റ് പ്ലേസ് വിത്തൗട്ട് ടി വി ഓർ മൊബൈൽ ഫോൺ. ടി വി മൊബൈൽ ഫോൺ ഒന്നും ഇല്ലാത്ത സ്ഥലത്തിരുന്ന് വായിക്കാനാണ് അതിൽ അവളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ട്രൈ റീഡിങ് ഇൻ എ ക്വയറ്റ് പ്ലേസ് വിത്തൗട്ട് ടി വി ഓർ മൊബൈൽ ഫോൺ. എങ്ങനെയാണ് കോൺസെൻട്രേഷൻ കിട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ ദ എബവ് കോൺവെർസേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്? മോളി പറഞ്ഞിരിക്കുന്ന കോൺവെർസേഷൻ വെച്ചിട്ട് ഏതാണ് കറക്റ്റ് അല്ലാത്തത്? റീഡിങ് ലൈക്ക് എക്സസൈസിങ് അവർ ബ്രെയിൻ, അത് ശരിയാണ്. സെറ്റിംഗ് എന്താണ്? റെഗുലർ ടൈം ഫോർ റീഡിങ് ഈസ് ഗുഡ്. റീഡിങ് ബുക്സ് ഈസ് ഓൺലി ഫോർ സം ഇൻ ടൈം പാസ്. ടി വി ആൻഡ് മൊബൈൽ ഫോൺ ഡീവിയേറ്റ് അവർ അറ്റൻഷൻ ഫ്രം റിഗാർഡ്. ഇതിലേതാണ് തെറ്റായിട്ടുള്ള? റീഡിംഗ് ബുക്ക് ഈസ് ഓൺലി ഫോർ ടൈം പാസ്. റീഡിംഗ് ബുക്ക് എന്ന് പറയുന്നത് ടൈം പാസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. ഇതിൽ പറയണ ആണെന്നാണ്. അതല്ല, അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ സ്റ്റോറി ദ യെല്ലോ അംബർല, ഹിലാരിയോ സിസ്റ്റർ വിസിറ്റഡ് ദ ഓർഫനേജ് വിത്ത് ടോയ്സ് ഫോർ ദ ചിൽഡ്രൻ. There she noticed a boy who showed out no interest for toys. He wanted a yellow umbrella as a gift. Hilario talked to the boy. She was impressed by the boy. She wrote a letter to Hilario about the boy and his story. എന്താണ്? അപ്പോൾ ഹിലാരിയുടെ സിസ്റ്റർ എഴുതുന്ന ആ സ്റ്റോറിയാണ്. എന്താണ്? ആ കുട്ടി ഓർഫനേജിൽ വിസിറ്റ് ചെയ്ത ആ കുട്ടിയെ കണ്ടപ്പോൾ അവൻ്റെ ആ യെല്ലോ അംബർലേനെ കുറിച്ചൊക്കെയുള്ള ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കാണ്? ഷി റോട്ട് ദ ലെറ്റർ ടു ഹിലാരിയോ. ആർക്ക് എഴുതാനാണ് പറയണേ? ഹിലാരിയോക്ക് എഴുതാനാണ് പറയണത്. അബൌട്ട് ദ ബോയ് ആൻഡ് ഹിസ് സ്റ്റോറി. ആ ബോയിനെ കുറിച്ചും അവൻ്റെ സ്റ്റോറിയെ കുറിച്ചും. അപ്പോൾ നമുക്ക് ആ ബോയിനെ കുറിച്ച് അറിയാം അല്ലേ? അപ്പം നമുക്ക് എന്ത് എഴുതാം? ഈ കുട്ടി ലെറ്റർ എഴുതുമ്പോൾ എന്തായിരിക്കും എഴുതുന്നുണ്ടാവുക? നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ എഴുതുക. എന്നിട്ട് ഡിയർ ഹിലാരിയോ, ഹൗ ആർ യു, ഐ എം ഗുഡ്, ആൻഡ് വാട്ട് അബൌട്ട് യു, നിനക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ. പിന്നെന്താണ്? പിന്നെ ഇന്ന് ഞാൻ എന്ത് ചെയ്തു?
Today I visited an orphanage with toys for children. There is one boy here. പിന്നെ അവൻ്റെ സ്റ്റോറിയൊക്കെ പറയാം. അവൻ്റെ ലൈബ്രറിയിലെ ഗിഫ്റ്റായിട്ട് അവൻ ചോദിച്ചു. അവൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ആക്ടിവിറ്റി എഡിറ്റിംഗ്. അത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ നിങ്ങൾ എഴുതുക. മൂന്നാമത്തേത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കാം. ഹിയർ ഈസ് എ രഞ്ജിയുടെ ഡയറിയാണ്. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. ഇതിൽ കുറച്ച് തെറ്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. വാട്ട് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇറ്റ് വാസ്. ഐ സ്കോർ 75 runs ഇൻ ദ മാച്ച് യെസ്റ്റർഡേ. ഐ സ്കോർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വേണം? സ്കോട്ടൻസ് ഫോം അല്ലേ? സ്കോട്ട് ED വേണം. യെസ്റ്റർഡേ. നൗ ഐ ക്യാൻ പ്ലേ ഫോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലേ ഫോർ എനി ബാറ്റ് എന്നാണ്. പ്ലേ ഫോർ അല്ല, പ്ലേ വിത്ത്. എന്താണ് മക്കളെ? പ്ലേ വിത്താണ് വേണ്ടത്. കോൺഫിഡൻസ് എന്നാണ് ഇവിടെ. കോൺഫിഡൻസ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസിൽ എന്താണ്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? കോൺഫിഡൻസിന് CONFIDE അല്ല E ആണ് വേണ്ടത്. ENCE. സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് അവിടെ ഉള്ളത്. മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ബാറ്റ്. ഇൻസ്പയറിംഗ് വേർഡ്സ് ഓഫ് മിസ്റ്റർ കുമാർ. ഇൻസ്പയറിംഗ് എന്നുള്ളതിൻ്റെ I സ്മോൾ ലെറ്ററാണ്, അവിടെ ക്യാപിറ്റൽ ലെറ്റർ വേണം. പിന്നെ മിസ്റ്റർ കുമാർ മീ ഹെൽപ്പ് എന്നാണ്, ഹെൽപ്പ് മീ എന്നാണ് കേട്ടോ. ഹെൽപ്പ് മീ എ ലോട്ട്. ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. ഇനി ആക്ടിവിറ്റി, നെക്സ്റ്റ് ആക്ടിവിറ്റി സ്പീച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്പീച്ച് എഴുതുമ്പോൾ സ്പീച്ചിൻ്റെ തന്നിരിക്കുന്ന ഹിൻഡുകളൊക്കെ ഇവിടെ തന്നെ. എ ബാറ്റ് ഹാസ് എ മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. ദിസ് വേർഡ്സ് ഓഫ് മിസ്റ്റർ കുമാർ ഇൻസ്പയർ Ranji. The cricket player write a speech felicitating Mr. Kumar's role in inspiring Ranji. The following hints may help you. അപ്പോൾ രഞ്ജിയെ കുറിച്ച് എന്താണ് സ്പീച്ച് എഴുതാനാണ് പറയുന്നത്. ഇൻസ്പയറിംഗ് വേർഡ്സ് ഓഫ് മിസ്റ്റർ കുമാർ. അപ്പം നമ്മളൊരു ഇത് എഴുതണ ഒരു സ്പീച്ച് എഴുതുന്ന സമയത്ത് ഡിയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആരുടെ മുമ്പിലാണോ നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത് അവരുടെ പറഞ്ഞിട്ട് എഴുതണം. ഡിയർ ഫ്രണ്ട്സ്, ടുഡേ ഐ സ്പീക്ക് അബൌട്ട് എന്താണ് സം ഇൻസ്പയറിംഗ് വേർഡ്സ് ഓഫ് മിസ്റ്റർ കുമാർ. പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. മിസ്റ്റർ കുമാർ ഈസ് എ ഫോർമർ സ്റ്റേറ്റ് പ്ലെയർ ആൻഡ് ഓണർ ഓഫ് എ സ്പോർട്സ് ഷോപ്പ്. മിസ്റ്റർ കുമാർ ഗീവ്സ് മാജിക് ബാറ്റ് ഓൺ Ranji. Ranji മെയ്ഡ് എ ഗോഡ് ബാറ്റിംഗ്. മിസ്റ്റർ കുമാർസ് കെയറിംഗ് ഫോർ Ranji. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു സ്പീച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആക്ടിവിറ്റി 5 പ്രിപ്പയർ എ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ്? ക്ലീൻ ആൻഡ് ഗ്രീൻ. അതായത് ദ ഹെഡ് മാസ്റ്റർ അനൗൺസ് ദാറ്റ് യുവർ സ്കൂൾ വിൽ ബി ഡിക്ലെയർഡ് ആസ് എ ഹരിത വിദ്യാലയം. The next week, the English club of the school decided to write some instruction to make the school clean and green. അപ്പോൾ സ്കൂള് ക്ലീനും ഗ്രീനും ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, എഴുതാനായിട്ട് അല്ലേ. ക്ലീൻ ആൻഡ് ഗ്രീൻ എന്ന ഇതിൽ ആയിട്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം? നിങ്ങൾക്ക് എന്താണ് ഓപ്റ്റ് ഫോർ യൂസബിൾ ബാഗ്സ്, ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ് അല്ലേ. നിങ്ങളെന്താണ് റീയൂസബിൾ ആയിട്ടുള്ള ബാഗും ബോട്ടിലുകളും കണ്ടെയ്നേഴ്സൊക്കെ ഉപയോഗിക്കുക. പിന്നെ അവോയ്ഡ് പ്ലാസ്റ്റിക് വേസ്റ്റ്. പിന്നെ എന്താണ് വേസ്റ്റ് പുട്ട് ഇൻ യുവർ വേസ്റ്റ് ബിൻ അല്ലേ. പിന്നെ കമ്പോസ്റ്റ് ഫുഡ് സ്ക്രാപ്സ് വെയർ ആപ്ലിക്കബിൾ. എന്താണ് കമ്പോസ്റ്റായിട്ട് ഫുഡ് സ്ക്രാപ്സ് വേണം കൊണ്ടുവരാൻ. പിന്നെ പിക്കപ്പ് ലിറ്റർ യൂസ് ഇൻ പബ്ലിക് ഏരിയാസ്. അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കുക, എഴുതാം. നെക്സ്റ്റ് കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹോപ്പ് യു റിമെമ്പർ ദ സ്റ്റോറി എ റോബോട്ട് വിത്ത് എ വൈറസ്. റിക്കി ഫൈനലി റിയലൈസ്ഡ് ദ റോബോട്ട് വാസ് നെയ്തർ broken nor misprogrammed. He felt sorry for the complaints he made to his father about the robot. Ricky went near the robot and began to talk. അപ്പോൾ റിക്കി റോബോട്ടും തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതൊക്കെ നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതണം. നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. ദ ആർട്ടിസ്റ്റ് dash painted this beautiful picture is my cousin എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? വിച്ച് ആണോ, ദാറ്റ് ആണോ, ഹൂ ആണോ, വേറാണോ? ഹൂ
രണ്ടാമത്തെ ദിസ് ഈസ് ദ ബുക്ക് ഡാഷ് ഐ ബോറോഡ് ഫ്രം ദ ലൈബ്രറി. ഇവിടെ എന്താണ് ദാറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എ ഹോഴ്സ് ഇസ് ഡാഷ് ആൻ എലിഫൻറ്റ്. അതെന്താണ് നോട്ടാസ് എന്താണ് ബിഗ്ഗാസ്. നോട്ടാസ് ബിഗ്ഗാസ് അല്ലേ. നെക്സ്റ്റ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സജഷൻ. ഇതിൽ സജഷൻസ് അല്ലാത്ത എന്നാ പറഞ്ഞിരിക്കുന്നത്. വാട്ട് അബൌട്ട് ഡൂയിങ് ദ ഹോംവർക്ക് നൗ. ഷാൽ വി ക്ലീൻ ദ ഡൈനിങ് ഹാൾ. ഹൗ അബൌട്ട് അറേഞ്ചിങ് ദ ബുക്സ് ഇൻ ദ ലൈബ്രറി. ഹൗ ഇസ് യുവർ ഹെഡ് ഏക്ക് നൗ. ഇതിലല്ലാത്തത് ഏതാണ്? ഇതിലല്ലാതെ ഹൗ ഇസ് യുവർ ഹെഡ് ഏക്ക് നൗ. ബാക്കിയൊക്കെ സജഷൻസ് ആണ്. വാട്ട് അബൌട്ട് ഡൂയിങ് യുവർ ഹോംവർക്ക് നൗ. എൻ്റെ ഹോംവർക്ക് എന്തായി അല്ലേ. ഷാൽ വി ക്ലീൻ ദ ഡൈനിങ് ഹാൾ. ഹോംവർക്ക് ചെയ്തോ. അടുത്ത എന്താണ് ഡൈനിങ് ഹാള് ക്ലീൻ ചെയ്തോ. ഹൗ അബൌട്ട് അറേഞ്ചിങ് ദ ബുക്സ് ഇൻ ലൈബ്രറി. ലൈബ്രറി അറേഞ്ച് ചെയ്തോ എന്നുള്ള രീതിയിലാണ് അല്ലേ. സജഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യണം. ഹൗ ഇസ് യുവർ ഹെഡ് ഏക്ക് നൗ. തലവേദന എങ്ങനെയുണ്ട് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് സജഷൻസ് അല്ലാത്തത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ. അലിട്രേഷൻ എക്സാമ്പിൾ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ദ സൈലൻസ് ഈസ് സ്പാർക്കിൾഡ് അണ്ടർ ദ സിൽവർ സ്റ്റാർസ്. ബ്രൈറ്റ് ബേർഡ്സ് ബൗൺസ്ഡ് ബിറ്റ്വീൻ ബ്ലോസമിംഗ് ബ്രാഞ്ചസ്. ചൈൽഡ് ലാഫ്ഡ് ജോയ്ഫുള്ളി ആസ് ദ കൈറ്റ് സോർഡ് ഹൈ. ലേസി ലയൺസ് ലോങ്ഡ് ഇൻ ദ ലഷ് ലാൻഡ്സ്കേപ്പ്. ഇതിനകത്ത് അലിട്രേഷൻസ് അല്ലാത്തത് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഇതാണ് ചൈൽഡ് ലാഫ്ഡ് ജോയ്ഫുള്ളി ആസ് ദ കൈറ്റ് സോർഡ് ഹൈ. ഇവിടെ കണ്ടില്ലേ. ബാക്കി എല്ലാത്തും ദ സൈലന്റ് സീ സ്പാർക്കിൾഡ് അണ്ടർ ദ സിൽവർ സ്റ്റാർസ്. എനിക്ക് ബ്രൈറ്റ് ബേർഡ്സ് ബൗണ്ട് ബിറ്റ്വീൻ ബ്ലോസമിംഗ് ബ്രാഞ്ചസ്. ദെൻ ലേസി ലയൺസ് ലോങ്ഡ് ഇൻ ദ ലഞ്ച് ബ്രേ. ഇവിടെയൊക്കെ ഇത് അലിട്രേഷൻസിന് എക്സാമ്പിളാണ്. അലിട്രേഷൻ എക്സാമ്പിൾ അല്ലാത്തത് സി ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട ആൻസർക്ക് ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികളാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.